ഇറക്കുമതി ചെയ്ത മാങ്ങയിൽ അമിതമായ അളവിൽ രാസകീടനാശിനികൾ കണ്ടെത്തിയതിനെ തുടർന്ന് നേപ്പാൾ ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കഴിഞ്ഞ മാസം ജപ്പാൻ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മാമ്പഴം നിരോധിച്ചിരുന്നു. ഇറക്കുമതി ചെയ്ത മാമ്പഴത്തിൽ അമിതമായ അളവിൽ രാസകീടനാശിനികൾ കണ്ടെത്തിയതിനെ തുടർന്ന് നേപ്പാൾ ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. പ്രാദേശിക പഴയ ഇനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് ഈ നീക്കമെന്ന് നേപ്പാൾ അധികൃതർ വ്യക്തമാക്കി. പക്ഷേ നേപ്പാൾ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പഴങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും പ്രാദേശിക ആവശ്യം നിറവേറ്റാൻ ആഭ്യന്തര ഉൽപ്പാദനം പര്യാപ്തമല്ല. രാജ്യത്തെ മാമ്പഴ വ്യാപാരികൾ ക്ഷാമം, വിലക്കയറ്റം, വലിയ നഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ച് ആശങ്കാകുലരാണ്. കൂടാതെ നേപ്പാളിൽ മാമ്പഴത്തിന്റെ സീസൺ 2 മാസം മാത്രമേ നീണ്ടു നിൽക്കൂ. കീടനാശിനിയുടെ അമിത സാന്നിധ്യത്തെ തുടർന്ന് ആശങ്കകളും അതിർത്തി പ്രദേശങ്ങളിലെ ക്വാറന്റൈൻ സൗകര്യങ്ങളുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് നേപ്പാൾ ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ വർഷം ആദ്യം നടത്തിയ പരിശോധനയിൽ ഇന്ത്യൻ സംസ്കരണ കേന്ദ്രങ്ങളിലെ കീടനാശിനി നിയന്ത്രണ നടപടികളിലെ ഉദ്യോഗസ്ഥർ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജപ്പാൻ ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴ ഇറക്കുമതി നിർത്തിവച്ചിരുന്നു. അത് അൽഫോൺസ, കേസർ, ലാംഗ്ര, ബങ്കനപ്പള്ളി തുടങ്ങിയ പ്രീമിയം ഇന്ത്യൻ ഇനങ്ങളെ ബാധിക്കുകയും ചെയ്തു. പഴയ ഈച്ച ആശങ്കയെ തുടർന്ന് ജപ്പാൻ നേരത്തെ ഇന്ത്യൻ മാമ്പഴങ്ങൾ നിരോധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ചികിത്സാ പ്രോട്ടോക്കോളുകളും ശക്തിപ്പെടുത്തിയതിനു ശേഷം 2006 മാത്രമാണ് ആ നിയന്ത്രണങ്ങൾ നീക്കിയത്. ഇപ്പോൾ ഇന്ത്യൻ മാമ്പഴ കയറ്റുമതി രാജ്യത്തിന്റെ കർശനമായ സസ്യാരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ജാപ്പനീസ് അധികൃതർ വീണ്ടും ആശങ്കയുന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.